ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ 2 കുട്ടികൾ ഇന്ന് സംസാരിക്കുകയാണ്. അവർ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റുകൾ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഒരാൾ മറ്റൊരാളോട് പറയാണ്, നന്നായി നോക്കണം, ബാർകോഡ് സൂക്ഷിക്കണം, കൺട്രി കോഡ് നോക്കണം, ഇസ്രായേലിൻ്റേതാണെങ്കിൽ നമുക്ക് വേണ്ട. ഈ കുട്ടികളുടെ അറിവ് പോലും ഇല്ലാത്തവരായി മാറുകയാണ് നമ്മിലെ പല ആളുകളും. ഇസ്രായേലിൻ്റെ 100 കണക്കിന് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ മുമ്പിലൂടെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ കാശ് കൊടുക്കുന്നു. നമ്മുടെ ഈ കാശ് കൊണ്ടാണ് ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരതകളെല്ലാം ഫലസ്തീനിൽ കാണുന്നത്. ഇന്നത്തെ ഒരു വാർത്ത മാത്രം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. അൽ ഷിഫ ഹോസ്പിറ്റലിൽ മൃതദേഹങ്ങൾ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ മരിച്ചു കിടക്കുന്ന ആ മൃതശരീരങ്ങളെ ഒന്ന് മറവ് ചെയ്യാൻ പോലും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. കൂട്ടമായിട്ട് കുട്ടികൾ മരിക്കുകയാണ്. വെള്ളം കൊടുക്കുന്നില്ല, വൈദ്യുതി കൊടുക്കുന്നില്ല. ഒരു ഡോക്ടറുമായി ഇന്നലെ ഒരു അഭിമുഖം നടന്നു. ആ ഡോക്ടറോട് ആ അഭിമുഖം നടത്തുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങളുടെ വീട് നിൽക്കുന്ന സുരക്ഷിത ഭാഗത്തേക്ക് പോയിക്കൂടെ എന്ന്. അൽ ഷിഫയിലെ ആ ഡോക്ടർ പറഞ്ഞത്, ഇവിടെ കുന്നുകൂടി കിടക്കുന്ന ധാരാളം രോഗികളുണ്ട്. അവരൊന്നും മൃഗങ്ങളല്ലല്ലോ, അവർക്ക് ചികിത്സ വേണ്ടേ? എന്നെപ്പോലെ ജീവന് വേണ്ടി കൊതിക്കുന്നവരാണവർ. 14 വർഷം ഞാൻ മെഡിക്കൽ സർവീസിന് വേണ്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട സമയമാണിവർ. അദ്ദേഹം അത് പറഞ്ഞു തീർന്ന് ഒരല്പം കഴിയുമ്പോഴേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും വെടിയേറ്റ് മരിക്കുകയാണ്. ഇത്ര ക്രൂരവും കിരാതവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ സഹോദരന്മാരെ, എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ലെയ്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റുക? പെപ്സി വാങ്ങരുത്, കോളകൾ, സെവനപ്പും, നമ്മളെല്ലാ പ്രൊഡക്റ്റും വാങ്ങുമ്പോൾ അത് ഇസ്രായേലിൻ്റെതല്ലെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന 100 കണക്കിന് പ്രൊഡക്റ്റുകളുണ്ട് ഇസ്രായേലിൻ്റെത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇസ്രായേലി പ്രൊഡക്റ്റുകൾ കെട്ടിക്കിടക്കുകയാണ്. ആളുകൾ വാങ്ങുന്നില്ല. ആളുകൾ ബാർകോഡ് നന്നായി നോക്കുകയാണ്. ഇപ്പോൾ വന്ന വാർത്ത ബാർകോഡ് പോലും മാറ്റിയിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത് എന്നാണ്. ഇങ്ങനെ ലോകത്ത് മുഴുവനും ഉണ്ടായാൽ ആ രാജ്യം കീഴടങ്ങേണ്ടി വരും. സാമ്പത്തികമായ വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ തന്നെ ഉശിരും കഴിവും നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്കുണ്ടാവണം. ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാനും വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ മുഴുവനും ഇസ്രായേലിൻ്റെതല്ലെന്ന് ഉറപ്പുവരുത്താനും നമുക്ക് കഴിയണം. സെവനപ്പ് കുടിച്ച് ശീലിച്ചവരുണ്ടാകും, പെപ്സിയും കുടിച്ച് ശീലിച്ചവരുണ്ടാകും, ലെയ്സ് തിന്നാതെ കുട്ടികൾ വീട്ടിലേക്ക് വരാൻ സമ്മതിക്കാത്ത വീടുകളുണ്ടാകും. പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.